ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനല്ല നിങ്ങളും കണ്ട് കാണും, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രചാരണങ്ങൾ, നല്ല പ്രചാരണങ്ങളുണ്ട്, കുപ്രചാരണങ്ങളുണ്ട്. പ്രചാരണങ്ങളാണ് കൂടുതൽ നടക്കുന്നത്, അറിയാമല്ലോ, ഞാൻ പറയേണ്ടല്ലോ, നിങ്ങൾക്കറിയാം. സ്വയം വിലയിരുത്താൻ വേണ്ടിയാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞിട്ട് എന്നെ എന്തെങ്കിലും ചോദ്യം ചെയ്യാനാണ്, അതൊക്കെ ചെയ്തു, അതൊന്നും വിഷയമില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണത്. പക്ഷേ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഒരു പൗരൻ മാത്രമാണ്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പ്രവർത്തകനോ ഒന്നുമല്ല. എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശരിയാണെന്ന് തോന്നിയൊന്ന് കമൻറ്റ് ചെയ്യുക, തെറ്റാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാനീ പറയണത് അതായത്, ഈ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ സോഷ്യൽ മീഡിയാസാണല്ലോ ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് പറയുക, ഒരു ഇന്ന പാർട്ടി, ഇപ്പോൾ ഞാനൊരു പാർട്ടിക്കാരാണെന്ന് വെച്ചോ, മറ്റു പാർട്ടിക്കാരൻ്റെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് മറ്റേത് ഇത് മറിച്ച് ചെയ്തത് അല്ലെങ്കിൽ ചീത്ത വിളി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നമ്മുടെ പാർട്ടിയിൽ നിന്നിട്ട് അത് ജയിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുക, പിന്നെ ചീത്ത കാര്യങ്ങൾ മറിച്ച് നോക്കരുത്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു പാർട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ചീത്ത വശം കൂടി ഞാനെടുത്ത് ഷെയർ ചെയ്യണം. ഇത് എനിക്ക് തെറ്റായിരുന്നു തോന്നി, ഞാൻ ഈ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ നല്ല രീതിയിലാണ് കൊണ്ടുപോകണം, പക്ഷേ ഞങ്ങളുടെ ഈ പാർട്ടി ഈ സംഭവത്തിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പോസ്റ്റ് ചെയ്യണ എത്ര പേരുണ്ട്? അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഷെയർ ചെയ്ത്, എന്നോട് പലരും ചോദിക്കും, നീ എന്താ അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് ചോദിക്കുക. അതായത് ഒരച്ഛൻ്റെ പീഡന കാര്യത്തിൽ ഞങ്ങളാണ് മുൻപന്തിയിൽ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതാരും വെട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു അച്ഛൻ്റെ ഒരു പീഡനവുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു ന്യൂസ് ഞാൻ ഷെയർ ചെയ്തു. ഇതെല്ലാം നമ്മളറിയണം. അത് മാറ്റി വെച്ചിട്ട് ഭക്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ മതമാണ്, അത് നമ്മൾ ചെയ്യണ തെറ്റാണ്, അതല്ല. നിങ്ങൾ നല്ല വശം കാണുമ്പോൾ അപ്പുറത്ത് ചീത്ത വശം, എന്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്നുള്ളത് എഴുതി വെക്കുക. നിങ്ങളുടെ പാർട്ടി ആയിക്കോട്ടെ, മതം ആയിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു കുറച്ച് സിറ്റുവേഷൻസ് എടുത്താൽ അവിടെയും ഉണ്ടാകും നല്ലതും ചീത്ത. ബെല്ലടിച്ച് കേട്ടല്ലോ അല്ലേ? അപ്പോൾ നല്ലതും ചീത്ത ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. പക്ഷേ നമ്മുടെ ചീത്ത വശങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പോകണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറേ കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരായിരിക്കും നമ്മുടെയൊക്കെ ചുറ്റുപാടും. ആ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനം ആവരുത് ഏതൊരു സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ. കാരണം നിങ്ങൾ സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തെറ്റും ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾ ഈ ഇലക്ഷൻ വരുമ്പോൾ മറ്റുള്ളവരെ പഴിയാരാൻ എന്തു ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ ചെയ്ത തെറ്റായിരിക്കും, അതിനെക്കാട്ടി ഉപരി നിങ്ങളെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിച്ചു തരേണ്ടത്. പിന്നെ ഈ ഇലക്ഷൻ്റെ ഈ മാസങ്ങളിൽ നടന്നതുപോലെ എത്ര തവണ നിങ്ങൾ പ്രതികരിക്കുന്നു? ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ചില കാര്യങ്ങളിലെടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് മാത്രം അവരെ തരം താഴ്ത്താനും നമുക്ക് പൊങ്ങിപ്പോരാനും അതൊക്കെ ചെയ്ത് ഇതിൻ്റെ എന്തെങ്കിലും ഒരു നാലിലൊന്ന്, എല്ലാവരും അല്ല, വളരെ ചുരുക്കം പേര് ചെയ്യണ്ടാവും, നാലിലൊന്ന് ഭാഗം നിങ്ങൾ അല്ലാത്ത ടൈമിൽ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ടൈമിലൊക്കെ സൈലൻസ് കീപ്പ് ചെയ്യല്ലേ? നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങളൊരു സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ സ്വയം ചിന്തിക്കുക. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ എന്തായാലും ഒരു പാർട്ടി ജയിക്കുള്ളൂ, അത് ഉറപ്പല്ലേ? നമ്മുടെ ഏരിയ വെച്ച് നോക്കുമ്പോൾ ഒരു പാർട്ടി ജയിക്കുള്ളൂ. എന്നിട്ട് ഇതിനു വേണ്ടി നിങ്ങളെന്തിനാണ് മറ്റുള്ളവരുടെ ഇതിൻ്റെ അടിയിൽ പോയിട്ട്, എനിക്ക് മനസ്സിലാവുള്ളത്, ഞാൻ ആരുടെയും പേരെടുത്ത് പറയാനുള്ള, ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരെടുത്ത് പറഞ്ഞാലും, വണ്ടിയുടെ സൗണ്ട്, സ്ഥാനാർത്ഥിയുടെ പേരെടുത്ത് പറഞ്ഞാലും, ഇപ്പോൾ ഒരു പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞാലും നമ്മളൊരാളെ എയിം ചെയ്തെന്ന് പറയാം. അപ്പോൾ അതിനോട് താല്പര്യമില്ല. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാർട്ടിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അപ്പുറത്തൊരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ എന്തെങ്കിലും നല്ല വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് അവൻ്റെ തന്തക്കും വിളിക്കുക, പരമാവധി ചീത്ത വിളിക്കുക. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അടക്കമുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്കുകളായിട്ട് കൂടെ നടക്കണതായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, ചങ്കുകളായിട്ട് കൂടെ നടക്കണവരാർക്ക് വേണ്ടിയാണ്. രാഷ്ട്രീയ ഭ്രാന്തം അങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നണം, അറിയില്ല. എന്തോ ആയിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ നമ്മളൊരു വ്യക്തിത്വത്തിന്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി അപ്പുറത്ത് അദ്ദേഹവും പോയി ഇങ്ങനെ കമൻറ്റ് ഇടണമെമ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നും. കാരണം ഇവർക്ക് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അവരവർക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവില്ലേ? എന്തിനാണ് നമ്മൾ മറ്റുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ നല്ല വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിക്കൂട്ടി കമൻറ്റ്? സ്വയം തോൽവിയാണത്. ഒരു ബോധമുള്ളൊരു വ്യക്തി ഇത് കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ സ്വയം തോൽവിയാണ്. കാരണം നിങ്ങൾക്ക് അദ്ദേഹത്തിൽ പേടിയുണ്ട്, ഭയം ഉണ്ടായിട്ടാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ സാധനം പുറത്തേക്ക് വരുന്നത്. ഇപ്പം എന്താണ് പറയുക, ആരെങ്കിലും എൻ്റെ എതിര് പറഞ്ഞപ്പോൾ നമ്മൾ അത് നോക്കിയും കണ്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ്. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ ബാധിക്കണമെന്നില്ല. പക്ഷേ ഈ നെഗറ്റീവ്സ് വരുമ്പോഴാണ്, ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, നെഗറ്റീവ്സ് കൊണ്ടൊരാൾ ജയിച്ചത്, മനസ്സിലായി? അപ്പോൾ ജനങ്ങളത്രയും സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയുള്ളൂ. കാരണം ബോധമുള്ളവർക്ക് മനസ്സിലാവും നിങ്ങൾ എന്തിനീ കിടന്ന് കാണിച്ചു കൂട്ടണമെന്ന്. അല്ലാത്ത പക്ഷം എന്തിനാണ് വല്ലവൻ്റെ കാര്യത്തിൽ പോയി കഞ്ഞി ഇളക്കാൻ നോക്കണത്? നമ്മുടെ കാര്യം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക. നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുക, അതാണ് നിങ്ങൾ കാണേണ്ടത്. തെറ്റ് പറയുമ്പോൾ അപ്പുറം ഇപ്പുറം എല്ലായിടത്തും ഉണ്ട്. ഇനിയുള്ളതെങ്കിലും ഇപ്പോൾ ഒരു ഇലക്ഷൻ, ഇപ്പോൾ സ്ഥാനാർത്ഥിക്കുന്ന ആൾ ഇനിയുള്ളത് ഞാൻ ഓപ്പണായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകണം, അങ്ങനെ പറയാം.
അതിൻ്റെ അടിയിലും തെറിയായിരിക്കും അയക്കുക, വേറെ കാര്യം. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെയൊക്കെ ഈ ഒരു ഇപ്പോൾ ഈ കിടന്ന് കാണിച്ചതിൻ്റെ ഒരു നാലിലൊന്നെങ്കിലും നിങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാർട്ടിക്കോ നിങ്ങളുടെ മതത്തിനോ വേണ്ടിയില്ല, അതെല്ലാം മാറ്റി വെച്ചിട്ട് മനുഷ്യരാണെന്നുള്ളത് ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തോ ഉള്ളൂ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം കൂടി ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ആൾക്കാർ വിലയിരുത്തും. കാരണം ഇതെനിക്ക് 2-3 ദിവസം ഞാൻ സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാഞ്ഞത്. ഇത് ഇപ്പോൾ കാണുമ്പോൾ ചിലവർക്ക് എവിടെയെങ്കിലും കൊള്ളും, കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇല്ലാത്തവന് കൊള്ളൂല. ഞാനീ പറയുന്ന കാര്യം ഇല്ലാത്തവന് കൊള്ളൂല. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇന്ന പാർട്ടീനാണ്, ഇന്ന ആളെ ഉദ്ദേശമാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് വരും, ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. ഞാൻ അതിൻ്റെ അകത്ത് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല, ആളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് ആർക്കിട്ടേലും കൊണ്ടാൽ അത് അവരവരുടെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ സാധനം സ്വയം ചിന്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങളൊരു സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ, ഞാനല്ല, നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നിങ്ങളൊക്കെ ഈ ചെയ്യണത് ശരിയാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. പിന്നെ നിങ്ങളുടെ ഒരു അപേക്ഷയാണ് ഇനിയെങ്കിലും ഈ 2026 ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും പോലും നിങ്ങളുടെ പാർട്ടിയാണ് തെറ്റ്. അതൊരിക്കലും ഒരാളുടെ തോൽവിയില്ല. ഞാൻ ഇന്നൊരു പാർട്ടിയിൽ വർക്ക് ചെയ്യണം, ഞാൻ പറഞ്ഞാണ് എൻ്റെ പാർട്ടിയിൽ ഇന്ന ആൾ ഈ ചെയ്ത് എനിക്ക് യോജിപ്പില്ല എന്നെങ്കിലും പറഞ്ഞ് നിങ്ങളൊരു പോസ്റ്റർ ഇടണം, നാടിൻ്റെ നന്മയ്ക്കായിട്ടാണ്. മനസ്സിലായി? നമ്മുടെ തെറ്റുകൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവൻ്റെ അല്ല, അതല്ല വേണ്ടത്. എല്ലാം വേണം. അത് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളാണ് നിങ്ങൾ ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത്, എന്നിട്ട് വേണം അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പള്ളിയിൽ അച്ഛൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ചെയ്യും, എനിക്കറിയാം അതിൻ്റെ അത് നല്ലതും ചെയ്ത് എനിക്കറിയാം. കുഞ്ഞിലോട്ട് പള്ളിയിൽ കളിച്ച് വളർന്ന ഒരു പയ്യനാണ്, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനാണ്, കളിച്ച് വളർന്നതെന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ എടുക്കണ്ട, അങ്ങനെ അത്ര ഇതാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുമ്പോഴേ പള്ളിയിൽ പോകാറുള്ളൂ, ഡെയിലി ഞാൻ പോകാറൊന്നുമില്ല. അപ്പോൾ ഈ ഡെയിലി പോണതിനോട് എനിക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട്, എൻ്റെ രീതി വേറെയാണ്. അപ്പോൾ മെയിൻ വേണ്ടത് ഡെയിലി പോയാലും എപ്പോൾ പോയാലും നമ്മുടെയൊക്കെ മനസ്സും നന്നാവണം, പ്രവൃത്തിയിൽ അത് കാണണം, അല്ലാണ്ടല്ല. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ അപ്പുറത്തൊരു സൈഡ് എക്സാമ്പിൾ പറഞ്ഞാണ്. അവിടുത്തെ നല്ലതും ചീത്ത കെട്ടിപ്പിടിക്കേണ്ടവരെ ഇപ്പോഴും ഞാൻ അച്ഛന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ ശാന്തിമാരായിക്കോട്ടെ, എനിക്ക് ഇഷ്ടംപോലെ ശാന്തിമാരും മുസ്ലിയാർമാരും അല്ലെങ്കിൽ ഉസ്താദുമാരായിട്ടൊക്കെ കമ്പനിയുണ്ട് മറ്റു മതസ്ഥരായിട്ട്. അതുപോലെ തന്നെ അത് വളരെ അഭിമാനത്തോടെ ഞാൻ പറയും. ഇവിടെ എന്തെങ്കിലും ഒരു മതസൗഹാർദ്ദം എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്താണെന്നറിയോ? അപ്പോൾ എന്നോട് അത് പല രീതിയിൽ പറയും. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത്. അവർ എന്നെ വിളിക്കുന്നത്, ഞാൻ മാത്രമല്ല അവിടെ ചെല്ലണത്. വേറെ ആരെ വിളിച്ചു ചിലപ്പോൾ വന്നേക്കാം, വളരെ വിരലിലെണ്ണാവുന്നവർ ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് മതസൗഹാർദ്ദ മറ്റേ നോമ്പ് തുറക്ക് വിളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം. എന്നെ എവിടെയൊക്കെ നിങ്ങൾ വിളിക്കുമോ ഞാൻ അവിടെയൊക്കെ ഉണ്ടാകും. കാരണം ഞാൻ മനുഷ്യനായിട്ടാണ് ജീവിക്കണത്. ഇപ്പോൾ പള്ളിയിൽ പോകണം, നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ അമ്പലത്തിൽ പോകണം, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം പള്ളിയിൽ പോകണം, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ജാതി, നമ്മുടെ മതം, നമ്മുടെ രാഷ്ട്രീയം ഇതാണ് വലുതെന്ന് പറയുന്നത്. എല്ലാവരും മനുഷ്യരാണ്, അത് കാണുക. ഈ ഭൂമിയിലേക്ക് നിങ്ങളെ ഇറക്കി വിട്ടേക്കണ ഇവിടെയുള്ള തെറ്റും ശരിയും കാണേണ്ടതൊക്കെ കാണാനും കേൾക്കേണ്ടതൊക്കെ കേൾക്കാനും തെറ്റുകുറ്റങ്ങളും മറ്റൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് ഇത് മാത്രം ശരിയെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ലോകം നിങ്ങൾ അറിയണില്ല. ഞാൻ ആ കാര്യത്തിൽ ഹാപ്പിയാണ്. മറ്റു മതസ്ഥർ എന്നെ അവരുടെ എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെ പോലെ നല്ലതും ചീത്ത എല്ലാത്തിലും ഉണ്ട്. ഞാൻ നേരിട്ട് പല അനുഭവങ്ങളുള്ളതാണ്. അത് നല്ലതെന്നും പറയും, ചീത്തതെന്നും പറയും. അത് നമ്മുടെ ഒരു മച്ചാൻ പറഞ്ഞാൽ ഒരു അച്ഛൻ വന്നിട്ട് പറഞ്ഞതാണ്, ഞാൻ വളർത്തേണ്ടവനെ വളർത്തുകൂടാ, തളർത്തേണ്ടവനെ തളർത്തും. അത് എന്നോടൊരു വേറൊരു കാര്യത്തിന് പുള്ളി സ്നേഹത്തോടെ എനിക്കിട്ടൊരു ഇതിട്ടതാണ്. അപ്പോൾ ഞാൻ പറയും എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അച്ഛാ, വളർത്തേണ്ടവനെ വളർത്തും, തളർത്തേണ്ടവനെ തളർത്തുക, ഇപ്പോൾ ആരായാലും എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ ചിലവർ അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതാനുഭവം നോക്കിയാൽ തന്നെ കുറേ ഉണ്ട്. അത് ഞാൻ പിന്നെ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് തരാം. നിങ്ങൾക്ക് അതൊരു എപ്പിസോഡിലൊന്നും നിൽക്കില്ല കേട്ടോ, കുറച്ച് അധികമുണ്ട്. എല്ലാവർക്കും പുറത്ത് അറിയേണ്ടതാണ്. എന്തായാലും വൈകാണ്ട് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, നിങ്ങൾ സ്വയം ചിന്തിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോറി, ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യം പറയും. ഓക്കെ, ബൈ. പിന്നെ എന്താ പറയുക, ഇന്ന് വിഷു ദിനമാണ്. ഇന്നാണ്, നാളെയാണ് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത്. എന്തായാലും ഹാപ്പി വിഷു. ഓക്കെ, ബൈ.